ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിന്റെ 45-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടുമുട്ടുകയാണ് യേശുവിനെ തേടുന്ന ഗ്രീക്കുകാര്. അവരെ യേശുവിനെ അന്വേഷിച്ചു വരികയാണ്. യേശുവിനെ അന്വേഷിച്ച് അവന്റെ അടുക്കൽ അവന്റെ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, ഗ്രീക്കുകാർ നിന്നെ അന്വേഷിച്ച് നിന്നെ കാണുവാൻ ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ്. ഈ ഗ്രീക്കുകാർക്കൊരു പ്രത്യേകതയുണ്ട്. അവര് പെസഹ തിരുനാളിന് വേണ്ടി വന്നവരാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ളവർ അന്വേഷിച്ചു വരുമ്പോൾ ഈശോനാഥൻ പറയുകയാണ്, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കും. വീണ്ടും ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. വീണ്ടും പറയുകയാണ്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ കാത്തു സൂക്ഷിക്കുന്നു. വീണ്ടും പറയുകയാണ്, എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടൊപ്പം ആയിരിക്കട്ടെ. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. പ്രിയമുള്ള ദൈവജനമേ, തിരുവചനത്തിലൂടെ ഈശോനാഥൻ വളരെ ശക്തമായിട്ട് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവൻ പറഞ്ഞു വെക്കുകയാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ്, ഗോതമ്പ് മണിയെ പോലെ അവൻ ശൂന്യനാകാൻ പോകുന്നു. എന്തിനു വേണ്ടി? അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമായിട്ട് സ്വന്തം ജീവിതത്തെ നൽകുവാനായിട്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ അവൻ അഴിയാൻ പോവുകയാണ്, അനേകർക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ട്. ഈ ലോകത്തിൽ അവൻ സ്വന്തം ജീവനെ കാത്തു സൂക്ഷിച്ചില്ല. അതുകൊണ്ട് പിതാവായ ദൈവം നിത്യതയിൽ അവനെ മഹത്വപ്പെടുത്തുന്നു. അവൻ ശുശ്രൂഷകനായിട്ടല്ല, മറിച്ച് അവനെ ശുശ്രൂഷിക്കാനായിട്ട് അവൻ കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കണം. തമ്പുരാനെ പോലെ ഒന്ന് അഴിഞ്ഞ് ഇല്ലാതെയാകുവാനായിട്ട്, സ്വന്തം ജീവിതത്തെ ശൂന്യവൽക്കരിക്കുവാനായിട്ട്, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട്, ഈ മണിക്കൂർ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത നിമിഷം ഈശോ പ്രാർത്ഥിക്കുകയാണ്, ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ, അനേകർക്ക് മോചന ദ്രവ്യമായിട്ട് സ്വജീവനെ കൊടുക്കാനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. വീണ്ടും ഈശോനാഥൻ പറയുകയാണ്, പ്രകാശത്തിന്റെ മക്കളായിട്ട് ജീവിക്കുക. അന്ധകാരത്തിന്റെ വഴികളിലേക്കല്ല, മറിച്ച് പ്രകാശത്തിന്റെ നന്മയുടെ വഴിയിൽ ഈ പെസഹ ബുധനാഴ്ച നീങ്ങുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സാധ്യമാകണം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് നന്മയുടെ ജീവിതം നയിക്കുവാനും അപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ സാധ്യമാകണം. ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, താപവഴിയുടെ ഈ 45-ാം ദിനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.